എന്താടോ വിളിച്ചൊന്ന് വിളിയേട്ടൂടെ? എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ലെന്നാ പിന്നെന്തെങ്കിലും കിടക്കണേ? എന്റെ പൊന്നു ലച്ചൂസ്, ഞാനൊന്ന് മനസ്സമാധാനത്തോടെ ഇവിടെ ഇരുന്നോട്ടെ, അല്ല കിടന്നോട്ടെ. എന്നാ എന്തേലും കഴിക്കാം. ലച്ചു, എനിക്ക് വിശക്കുന്നില്ല. വിശക്കുന്ന പറഞ്ഞാൽ തന്നെ ഞാൻ വന്നെടുത്ത് കഴിച്ചോളാം. എടുത്ത് കഴിച്ചോളാന്നാ? ഞാൻ വിളമ്പി തരാടാ. ഓ വേണ്ട, പറയുന്ന കേട്ടാത്തോന്നുവേ എന്നെ എല്ലാ ദിവസവും വിളിച്ചിരുത്തി നീ വിളമ്പിയാ തരുന്നേന്ന്. വേണ്ടെങ്കി വേണ്ട. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ പടവലം വീടിന്റെ തെക്കേ മൂലയില് നിധി ഉണ്ടെന്നൊരു ശ്രുതിയുണ്ട്. നിങ്ങളുടെ കുടുംബത്ത് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? നിർത്തിക്കേ, കുറെ നേരം നീ തുടങ്ങിയിട്ട്. നിന്റെ വിചാരം എന്തുവാ? പടവലം കൊട്ടാരത്തിലെ രാജ്ഞിയെന്നാണ് നിന്റെ വിചാരം? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് വെച്ചു. കുറെ നാട്ടുകാരെ പറ്റിച്ച് കുറെ സ്വത്ത് നേടിയെടുത്ത് അവരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറെ കള്ളദാനം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കുടുംബമല്ലേ ഈ പറയുന്ന പടവലം. പണ്ട് രാജാക്കന്മാരുടെ കൂടെ കണ്ട് വേലക്കാരായിട്ട് നിന്നവരായിരിക്കും നിങ്ങള്. പടവലഞ്ഞ കൊണ്ട് കുറെ കറി ഉണ്ടാക്കി കൊടുത്ത് സോപ്പിട്ട് അവര് തീരെഴുതുന്ന കുടുംബം പടവലം. ലച്ചു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേല പടവലമൊന്നോ എന്താ ചേലത്ര അതൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വന്ന എന്റെ യഥാർത്ഥ സ്വഭാവം നീറി. സിദ്ധുവെ നിർത്തിക്കും. ഒന്ന് പോയടേ അവിടെ നിന്ന്. ഒരു ചീഞ്ഞ പടവലങ്കാരി വന്നേക്കണം. ചീഞ്ഞ പടവലങ്കാരി എടാ. എന്താ എന്താ പ്രശ്നം? ഇവൻ നമ്മുടെ കുടുംബത്തിനെ പറഞ്ഞ മുമ്പേ ചീന പടവലങ്കാരി എന്ന് വിളിച്ചെന്നെ. എന്തോന്ന് ചേച്ചി ഇത്? കുടുംബത്തിനെ പറഞ്ഞ പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണോ? ഇല്ല ഇല്ല, കാലം എത്ര മാറിയാലും ജനറേഷൻ എത്ര കഴിഞ്ഞാലും ഈ കുടുംബപ്പേന്റെ പേരുള്ള തല്ല് ജീവിതത്തിൽ കഴിയില്ല അല്ലേ അളിയ? ചേച്ചിയുടെ കാര്യം ഓക്കെ, നമുക്കറിയാം ചേച്ചിയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന്. ചളിയ ഇങ്ങനൊക്കെ. എടാ അളിയ, അങ്ങനൊന്നും ഇല്ല. അമ്മമ്മ, അങ്ങനൊന്നും ഇല്ലെന്നേ. ഇവിടെ ചുമ്മാ എന്തൊക്കെയോ. നമ്മളൊക്കെ ഒരു ഒറ്റ കുടുംബം തന്നെയല്ലേ. ഈ കുടുംബത്തിനകത്ത് എന്തിനാലേ ഒരു വേർതിരിവ്? സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ വ്യക്തിത്വമാണല്ലോ ഇമ്പോർട്ടന്റ്. പണ്ട് ആരാണ്ടോ പറയത്തില്ലേ ഇങ്ങനെ, അച്ഛൻ ആനപ്പുറത്ത് കയറി എന്നും പറഞ്ഞിട്ട് മകന്റെ ചന്തിയില് തഴമുണ്ടാവണമെന്നില്ലല്ലോ. അത്രേ ഉള്ളൂ. അല്ല, അത് മോൻ പറഞ്ഞത് ശരിയാ. കുടുംബമഹിമ ഉണ്ടെന്ന് വിചാരിച്ചേ കാര്യമില്ല. പോയിന്റ്. നമ്മള് കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഭക്ഷണം എടുത്തു വെക്കാന്നല്ലേ പറഞ്ഞേ? വിശക്കും. ഞാൻ പോയി ഭക്ഷണം എടുത്തു വെക്കാം. അയ്യോ, അല്ല മറ്റേ കാക്ക അപ്പിട്ട് നാറ്റിച്ച് വെച്ച നിന്റെ അപ്പൂപ്പന്റെ ഒരു പ്രതിമയുണ്ടല്ലോ, പുള്ളിയുടെ പേരെന്താ? ഗോപാലകൃഷ്ണൻ പിള്ള അല്ലേ? അല്ല അല്ല അല്ല, എന്താ രാധപ്പൻ പിള്ളേ? അല്ല, തങ്കപ്പൻ പിള്ള. കാലം എത്ര മാറിയാലും കുടുംബത്തിനെ പറഞ്ഞ കളി മാറും.